ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസിൽ എങ്ങനെ മോഷൻ ബ്ലർ ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. പിക്സാർട്ട് മാത്രം മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യം പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഇത് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പിക്സാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് നെറ്റ് ഒന്ന് ഓൺ ആക്കേണ്ടി വരും. നമുക്ക് ജസ്റ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോകൾ ചൂസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് താഴെ ഏറ്റവും താഴെ എഫക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഏറ്റവും താഴെയായിട്ട് ആ എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നമ്മുടെ ബ്ലറൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ബ്ലർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഒരുപാടുണ്ട് അതിൽ സ്ട്രെച്ച്, കളർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അതിൽ നമ്മൾ ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഒരുപാട് ബ്ലർസ് നമുക്ക് കാണാൻ സാധിക്കും. റേഡിയൽ ബ്ലർ, സ്മാർട്ട് ബ്ലർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ബ്ലർ ഉണ്ട്. അതിലൊന്നാണ് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ സംഭവം. ഈ മോഷൻ ബ്ലർ എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് കിട്ടുന്നത്. നമ്മൾ ആദ്യം മോഷൻ ബ്ലർ എന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ആ മോഷൻ ബ്ലർ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫെയ്ഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫെയ്ഡ് എന്നുള്ള ജസ്റ്റ് ഞാനൊരു 9-8 കൊടുക്കുന്നുണ്ട്, ഒരു 9 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവിടെ മറ്റൊന്നും നമ്മളൊന്നും മാറ്റം വരുത്തുന്നില്ല. ഒരു ഫെയ്ഡ് മാത്രമേ നമ്മളൊരു 9 മാത്രം കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അതിനുശേഷം ബാക്കിയുള്ളൊന്നും നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ടിക്ക് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഒരു എറേസ് ടൂൾ കാണാൻ സാധിക്കും. ആ എറേസ് ടൂൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ ഏറ്റവും അവിടെ ആയിട്ട് നമുക്ക് ഇൻവേർട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അത് ഇൻവേർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇൻവേർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി നമ്മൾ ആ ഷേപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒരു സ്ക്വയർ ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഫേസിൽ സ്ക്വയർ ഷേപ്പ് നമ്മൾ കൊണ്ടുവച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ക്വയറിൽ മാത്രം നമ്മുടെ ഫേസിന് അവിടെ മോഷൻ ബ്ലർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒരുപാട് ഷേപ്സ് ഇവിടെ ഉണ്ട്. സർക്കിളായാലും ട്രയാങ്കിൾ ആയാലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ജസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാം. ഇതല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. റീസ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എവിടെയാണ് മോഷൻ ബ്ലർ വേണ്ടത് അത് നമുക്ക് ജസ്റ്റ് അവിടെ വരച്ചു കൊടുത്താൽ നമുക്ക് അവിടെ മാത്രമായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഇതിലുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ടിക്ക് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്യുക. ഇങ്ങനെ 2 ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട്. അതായത് റേഡിയൽ ബ്ലർ എങ്ങനെ നമ്മളെ ഫോട്ടോയിൽ ചെയ്യാൻ നോക്കാം. അതിനുശേഷം ഞാൻ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലർ ക്ലിക്ക് ചെയ്തതിന് ശേഷം റേഡിയൽ ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് സാധിക്കുക. ആ സർക്കിൾ എന്ന് പറഞ്ഞ സംഭവമില്ലേ, സർക്കിൾ ജസ്റ്റ് അടിയിൽ കുറച്ച് താഴോട്ട് നമ്മൾ കൊണ്ടുപോയി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഇറസ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവേർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഷേപ്പാണ് ചൂസ് ചെയ്യുന്നത്. ഷേപ്പ് ചൂസ് ചെയ്തതിന് ശേഷം നമ്മളെ ഫേസിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങളിത് സേവ് ചെയ്തെടുക്കുക, ഗാലറിയിലോട്ട് സേവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ഷെബീബ് സൈനിങ് ഓഫ്.